ട്രെയിൻ യാത്രക്കാരന്റെ ഒരു ചെറിയ ചിന്തയിൽ നിന്ന് തുടങ്ങി കോടികളുടെ സാമ്രാജ്യമായി മാറിയ ബുദ്ധി ഇന്ന് ഗൂഗിളിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് 320 കോടി രൂപയ്ക്ക്. പരസ്യങ്ങളോ വൻകിട നിക്ഷേപങ്ങളോ സ്റ്റാർട്ടപ്പ് ബഹളങ്ങളോ ഇല്ലാതെ അഹമ്മദ് നിസാം മൊഹൈദ്ദീൻ എന്ന യുവാവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് തുടങ്ങിയ വേർ ഇസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ. വർഷം 2015. തന്റെ സുഹൃത്തിനെ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയതായിരുന്നു നിസാം. ട്രെയിൻ 30 മിനിറ്റ് വൈകുമെന്ന് അറിഞ്ഞ നിസാം സ്റ്റേഷനിൽ കാത്തിരിക്കേണ്ടി വന്നു. ആ സമയത്താണ് അദ്ദേഹം ഒരു കാര്യം ആലോചിച്ചത്. നമ്മളൊരു ഊബർ വിളിക്കുമ്പോൾ ആ കാർ എവിടെ എത്തിയെന്ന് ലൈവായി കാണാം. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ട്രെയിനിന്റെ കാര്യം വരുമ്പോൾ എന്താണ് നമുക്ക് കൃത്യമായ വിവരം കിട്ടാത്തത്? നിസാം തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. അതാണ് വേർ ഇസ് മൈ ട്രെയിൻ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഓഫ്ലൈൻ ട്രാക്കിംഗ്. ഇന്ത്യയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പലപ്പോഴും ഇന്റർനെറ്റ് റേഞ്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ GPS-ന് പകരം ഫോണിലെ സെൽ ടവർ സിഗ്നലുകൾ ഉപയോഗിച്ച് ട്രെയിനിന്റെ ലൊക്കേഷൻ കണ്ടെത്താനുള്ള വിദ്യ നിസാം പ്രയോഗിച്ചു. ഇതിന് ഇന്റർനെറ്റ് വേണ്ട, GPS വേണ്ട. ട്രെയിനിനുള്ളിൽ ഇരിക്കുന്ന ഒരാളുടെ ഫോണിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലിലൂടെ ആപ്പ് കൃത്യമായി ലൊക്കേഷൻ പറയും. പരസ്യങ്ങളോ വലിയ മാർക്കറ്റിങ്ങോ ഒന്നുമില്ലാതെ കേട്ടറിവിലൂടെ മാത്രം കോടിക്കണക്കിന് ആളുകൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. 2017 12 ലക്ഷം ഡൗൺലോഡ് ഉണ്ടായിരുന്നത് ഇന്ന് 10 കോടിക്ക് മുകളിലാണ്. ഈ വിപ്ലവം ശ്രദ്ധിച്ച ഗൂഗിൾ 2018 ഒരു വമ്പൻ ഓഫറുമായി എത്തി. ഏകദേശം 320 കോടി രൂപയ്ക്കാണ് ഗൂഗിൾ ഈ സ്റ്റാർട്ടപ്പിനെ സ്വന്തമാക്കിയത്. വലിയ ഇൻവെസ്റ്റ്മെന്റോ വലിയ ഓഫീസ് സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ ആളുകളുടെ ഒരു യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ട്രെയിൻ ആപ്പുകളിൽ ഒന്നായി ഇത് തുടരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.